ഹലോ ഫ്രണ്ട്സ്, കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി സിമ്പിളായിട്ടൊരു പ്രോൺസിൻ്റെ റോസ്റ്റ് ട്രൈ ചെയ്താലോ. അപ്പം ഞാനിവിടെ കുറച്ച് പ്രോൺസ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒന്ന് മസാല പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസിനെ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ജസ്റ്റ് ഒരു 2 വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില. ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. അതിന് ശേഷം ചെമ്മീനെല്ലാം നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീനെ ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിനുണ്ടല്ലോ നന്നായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് റോസ്റ്റ് ചെയ്യാനായതുകൊണ്ട് ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാനതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കതൊന്ന് 2 സൈഡും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓൾമോസ്റ്റ് ആ ഒരു ഫൈനൽ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെ ഇനി ഒന്ന് ജസ്റ്റ് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കിതിനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത സെയിം പാത്രത്തിൽ തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലയും കൂടിയിട്ടൊന്ന് റെഡിയാക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മസാല എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒനിയൻ ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു 2 വലിയ ഒനിയൻ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും പിന്നെ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം. അതിന് ശേഷം ഇതിലേക്ക് വേണ്ട പൊടികളും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി പൊടികൾ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയുടെ പൊടികളുടെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ മസാല ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കളറിലാകുമ്പോൾ തന്നെ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിട്ടതിന് ശേഷം നമുക്ക് ആ ഒരു മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ റോസ്റ്റ് ഓൾമോസ്റ്റ് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു എണ്ണയൊക്കെ ഇറങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്താണ് കമൻറ്റ് എന്നുള്ളത് ഒന്ന് പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.